Hi all, welcome to our online class. Anyway, so far we have completed our first, second, third chapters. Okay, I hope second chapter teacher can now. Let me now give an introduction to our fourth chapter, and that is wave mechanics. Actually, from this chapter onwards, the real quantum mechanics arises. Okay, whatever we taught in the up to the last lecture was the theories and the inventions that led to the origin of quantum mechanics. Okay, so how the quantum mechanical theory, the real quantum mechanical theory originates. So with Schrodinger, Dirac, such physicists. Now let us go to the chapter wave mechanics. Remember, Bohr succeeded in explaining many of the phenomena that we have, many of the phenomena related to atom. That means it explains the very structure of hydrogen atom, and it can give you the it can explain the spectral lines of hydrogen atom, and in that sense Bohr theory is a successful one. But you know that it can't explain further. That means it can't explain the structure of helium or the spectral lines of helium. Okay, അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള ഹീലിയം, ലിഥിയം ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ ബോർ തിയറി ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അത് മാത്രമല്ല സ്പെക്ട്രത്തിലെ ചില ലൈൻസ് കൂടുതൽ ഇൻറ്റൻസ് ആണ്, ഓക്കെ, ദാൻ അതേഴ്സ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. ചില സ്പെക്ട്രൽ ലൈൻസിന്റെ ഇന്റൻസിറ്റി കൂടാൻ എന്താണ് കാരണം? ഇതൊന്നും ബോറിന്റെ തിയറി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ ആറ്റത്തിന്റെ ഇന്ററാക്ഷൻ വഴി എങ്ങനെയാണ് അത് മാറ്ററായി ഫോം ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല, നമ്മുടെ ബോറിന്റെ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, സോ ദീസ് ആർ the main limitations of our Bohr theory. Okay, so but definitely this theory gave or paved the era of quantum mechanics. Okay, no doubt this is a very great achievement by Bohr, but it has limitations, right? So anyway, let us go to the wave mechanics, right? You know, from your second chapter, teacher taught you that that term wave function. Okay, നിങ്ങളൊരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ബിഫോർ ദാറ്റ് ലെറ്റ് മീ റിമെമ്പർ യു വൺ മോർ തിങ്, ദാറ്റ് quantum mechanics is the more general theory which contains classical mechanics. Okay, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, നമ്മൾ ക്ലാസിക്കലി എന്ത് പറഞ്ഞാലും ഇറ്റ് ഹാസ് ഒരു മൊമെന്റ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, എനർജി എത്ര, അല്ലെങ്കിൽ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും, അതായത് ഫോഴ്സ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റിയിൽ നിന്നും ഫ്യൂച്ചറിൽ എന്താണ് അതിന്റെ വെലോസിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബോർ തിയറി ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ കാൽക്കുലേറ്റ് ചെയ്ത റേഡിയസ് ആണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു, റൈറ്റ്? ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി സ്പീക്കിംഗ്, it is the most probable. Yes, this word is very important. Okay, most probable. Okay, that നമ്മൾ represent ചെയ്തതാണ് n out, most probable radius.
അല്ലെ എ നോട്ടിന്റെ സിമ്പിൾ വെച്ചിട്ടില്ലേ നമ്മൾ ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എന്താ പറയാ ഫസ്റ്റ് റേഡിയസ് R1 എന്നാണ് കൊടുത്തത്. നോ മാറ്റർ നമ്മൾ എന്ത് ചെയ്തു ബോർ റേഡിയസ് അല്ലേ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. എനിവേ ബോർ തിയറി അനുസരിച്ചിട്ട് അതൊരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇത് അതിന്റെ മോസ്റ്റ് പ്രോബബിൾ റേഡിയസ് ആണ്. ഓക്കെ വാല്യൂസ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഈ എ നോട്ടിൽ നിന്നും ചെറിയൊരു ചേഞ്ച് വരാം. ഓക്കെ പ്ലസും മൈനസും വരാം. ഓക്കെ അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇവിടെ പ്രോബബിലിറ്റീസിനാണ് എന്തെന്ന് ഇമ്പോർട്ടൻസ്. റൈറ്റ്. ദാറ്റ് വി വിൽ സീ when we go through the chapter. So dear students, let us go to wave function. Okay, so what is a wave function? Wave function, usually we denote it with the psi. Okay, this is psi. Fine. So anyway, listen, എന്താണ് wave function? അതായത് നമ്മൾ ഇപ്പോൾ wave എന്ന് പറഞ്ഞാൽ it is a method of transmitting energy. അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് പഠിച്ചു വന്നത്. റൈറ്റ്. എനിവേ ഇപ്പോൾ വാട്ടർ വേവ് നിങ്ങൾ എടുക്കുക. അവിടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? വാട്ട് വേരീസ് ഇൻ വാട്ടർ വേവ്? യെസ്, ദ ലെവൽ, ദ ഹൈറ്റ് ഓഫ് വാട്ടർ സർഫേസ് വേരീസ്. ഓക്കെ. ഓർ സൗണ്ട് വേവ്, വാട്ട് വേരീസ്? യെസ്, ഇപ്പോൾ എയറിൽ കൂടെ സൗണ്ട് പാസ് ചെയ്യുന്നു. വാട്ട് വേരീസ് ഹിയർ? പ്രഷർ വേരീസ്. ഓക്കെ, പ്രഷർ വേരിയേഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ there are certain variations. ഓക്കെ, ആ വേരിയേഷൻസ് ആണ് നിങ്ങളുടെ വേവ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സൈമിൾട്ടേനിയസ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സോ എനിവേ ഒരു കാര്യം വ്യക്തമാണ്, വേവ് ആകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ആൾ എന്ത് ചെയ്യണം? വേരി ചെയ്യണം അല്ലേ? വാട്ടർ വേവ് ആകുമ്പോൾ വാട്ടർ സർഫേസിന്റെ ഹൈറ്റ് വേരി ചെയ്ത പോലെ എന്തെങ്കിലും ആണ് വേരി ചെയ്യണം. ആൻഡ് മാറ്റർ വേവ് നമ്മൾ പഠിച്ചു, ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ വേവ് പ്രോപ്പർട്ടി അല്ലെ? ഏത് മാറ്ററിനും ഏത് പാർട്ടിക്കിളിനും എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? വേവ് പ്രോപ്പർട്ടി ഉണ്ട്. ഡി ബ്രോഗ്ലി വേവ്സ് അഥവാ മാറ്റർ വേവ്സ് എന്ന് പറയും അല്ലേ? സോ മാറ്റർ വേവ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? വാട്ടർ വേവ് എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ ഹൈറ്റ് ലെവലിന്റെ എന്താ സർഫേസിന്റെ ലെവൽ ഡിഫറൻസ് ചെയ്യുന്നു. അപ്പോൾ മാറ്റർ വേവ്സിൽ എന്താ വേരി ചെയ്യുന്നത്? Yeah, that's a big question that we face. Okay, എന്താണ് മാറ്റർ വേവിൽ വേരി ചെയ്യുന്നത്? ബാക്കി എല്ലാം നമുക്ക് പറയുമ്പോൾ ഉത്തരവുണ്ട്. സൗണ്ട് എന്താണ്, ലൈറ്റ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് വേരി ചെയ്യുന്നത്. പക്ഷേ മാറ്റർ വേവ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേരി ചെയ്യുന്നുള്ളത് നമുക്ക് ഇപ്പം അറിയില്ല. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്നുള്ള ഐഡിയ കൊണ്ടുവരുന്നത്. റൈറ്റ്. So in matter waves, what varies is wave function. Okay, അപ്പോൾ മാറ്റർ വേവിൽ വേരി ചെയ്യുന്നതാണ് വേവ് ഫംഗ്ഷൻ psi. ഓക്കെ, അപ്പോൾ വാട്ടർ വേവിൽ വാട്ടറിന്റെ ലെവൽ വേരി ചെയ്താൽ പോലെ മാറ്റർ വേവിൽ ആര് വേരി ചെയ്യുന്നു? psi വേരി ചെയ്യുന്നു. ഓക്കെ, ബട്ട് psi itself doesn't have any physical interpretation. അങ്ങനെ കുഴപ്പമുണ്ട്. ഇപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ വേരിയേഷൻ ആണ്. പ്രഷർ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാം. അതൊരു എന്താണെന്ന് ഫിസിക്കലി മനസ്സിലാക്കാനും നമുക്കറിയാം. ബട്ട് മാറ്റർ വേവിൽ വേവ് ഫംഗ്ഷൻ വേരി ചെയ്യുന്നു പറയുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് ദിസ് വേവ് ഫംഗ്ഷൻ? അതിന് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ സൈഡ് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ it doesn't have any clear physical interpretation. Okay, പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. റൈറ്റ്. പക്ഷേ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിക്കിളിനെ അറ്റ് എ ടൈം ഒരു പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റിയുടെ ഡെൻസിറ്റി. ഓക്കെ, അത് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മോഡുലസ് സൈ സ്ക്വയറിന് എന്താണ്? പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു സ്ഥലത്ത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അറ്റ് എ ടൈം കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോഡുലസ് സൈ സ്ക്വയർ. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്ക് പറയാം പാർട്ടിക്കിളിന് ടൈമിൽ ഒരു സ്ഥലത്ത് കാണാനുള്ള പ്രോബബിലിറ്റിയുടെ വേരിയേഷൻ ആണ് എന്തെന്ന്? മാറ്റർ വേവ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സൈക്ക് ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ലെങ്കിലും എന്തുണ്ട്? മോഡുലസ് സൈ സ്ക്വയർ ഉണ്ട്. റൈറ്റ്. ഡെഫിനറ്റ്ലി മോഡുലസ് സൈ സ്ക്വയർ എന്തായിരിക്കും? യെസ്, ഒരു നെഗറ്റീവ് വാല്യൂ വരും. ഇല്ല, അത് പ്രോബബിലിറ്റി ആണ് അല്ലേ? അപ്പൊ അതിനെന്താ വരുള്ളൂ? ഒരു പോസിറ്റീവ് വാല്യൂസേ വരുള്ളൂ അല്ലേ? 0
അങ്ങോട്ടേക്കുള്ള എന്താ ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ ആർക്ക് പോസിബിൾ ആയിട്ടുള്ളൂ, നിങ്ങളെ മോഡുലസ് സൈ സ്ക്വയർ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്ക് ഒരു ഫിസിക്കൽ മീനിങ് ഇല്ലെങ്കിലും മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് പാർട്ടിക്കിളിനെ ഒരു പൊസിഷനിൽ ഒരു ടൈമിൽ കാണാനുള്ള പ്രോബബിലിറ്റിക്ക് എന്താ ഈ മോഡുലസ് സൈ സ്ക്വയർ പ്രോബബിലിറ്റിക്ക് എന്താണ്, പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ. അപ്പോൾ വേവ് ഫംഗ്ഷന്റെ മോഡുലസ് സ്ക്വയർ അല്ലെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ, മോഡുലസ് സ്ക്വയർ എന്തിന് പ്രൊപ്പോർഷൻ ആണ്, പാർട്ടിക്കിളിനെ ഒരു പോയിന്റിൽ ഒരു ടൈമിൽ കാണാനുള്ള പ്രോബബിലിറ്റിക്ക് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ. അങ്ങനെയാവുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു ഇപ്പോൾ വേവ് ഫംഗ്ഷൻ അതൊരു കോംപ്ലക്സ് ഫംഗ്ഷനോ ഒക്കെ ആകും, റിയൽ ഫംഗ്ഷൻ കോംപ്ലക്സ് ഫംഗ്ഷൻ ഒക്കെ ആകും. സോ ഞാൻ ജനറലി ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതുക. ഇപ്പോൾ സൈ എന്ന് പറയുന്ന ആള് യു സി എ പ്ലസ് ഐ ബി, ജനറലി ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഴുതുക. ദിസ് ഈസ് എ റിയൽ പാർട്ട്, ദിസ് ഈസ് ദി കോംപ്ലക്സ് പാർട്ട്. റൈറ്റ്. അപ്പോൾ നിങ്ങൾ മോഡുലസ് സൈ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ, മോഡുലസ് സൈ സ്ക്വയർ ഡിഫൈൻ ലൈക്ക് ദിസ്. മോഡുലസ് സൈ സ്ക്വയർ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, സൈ സ്റ്റാർ സൈ. ഓക്കെ. അപ്പോൾ നമുക്ക് സൈ സ്റ്റാർ കാണാം. സൈ ഇതാണെങ്കിൽ വാട്ട് ഈസ് ദിസ് സൈ സ്റ്റാർ? Psi star means the complex conjugate of psi. ഇതാണ് psi എങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് എന്തെന്ന്, psi star എന്ന് പറഞ്ഞാൽ. കോൺജുഗേറ്റ് എടുക്കും എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമേ ഉള്ളൂ, ആ ഫംഗ്ഷനിലുള്ള എല്ലാ ഐനെയും മൈനസ് ഐ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. സോ ഇഫ് ദിസ് ഈസ് psi, then psi star is ഐ എന്ത് ചെയ്യാം, മൈനസ് ഐ റീപ്ലേസ് ചെയ്യാം. സോ ഐ റീപ്ലേസ്ഡ് വിത്ത് മൈനസ് ഐ. ഓക്കെ. So this is a complex conjugate of psi. Psi star എന്ന് നമ്മൾ denote ചെയ്യും. Right. So അങ്ങനെയാണ് psi star psi എന്ന് വരിക. Yes. A plus IB. Sorry, A psi star psi A minus IB into psi ആരാ A plus IB. Okay. This is equal to എന്താ വരിക, A into A square. ഇവിടെ A into IB യും A into minus IB ക്യാൻസൽ ആവും അല്ലേ. അപ്പാണ് ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവും. അതെന്താ വരിക, മൈനസ് ഐ ഇൻറ്റു ഐ എന്താ, ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1. ഈ മൈനസ് എന്തായി, പ്ലസ് ആയി. ഇനി ബി ഇൻറ്റു ബി സ്ക്വയർ. ഓക്കെ. സോ മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് വാല്യൂ വരുന്നില്ല. ഓക്കെ. അതുകൊണ്ടാ പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എപ്പോഴും എന്താണ്, ഒരു റിയൽ വാല്യൂസേ ഉണ്ടാവുക. ഓക്കെ. സോ എനിവേ അത് നമുക്ക് ഇങ്ങനെ വേണം എന്ത് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. സോ വാട്ട് ഐ ടോട്ട് യു ഈസ്, നമ്മുടെ മാറ്റർ വേവില് വേരി ചെയ്യുന്ന ആളെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് വിളിച്ചത്. ആ സൈ ഇറ്റ്സെൽഫ് എടുത്ത അത് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. ബട്ട് ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർ സ്ഥലത്ത് പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ വേവ് ഫംഗ്ഷന്റെ മോഡുലസ് സ്ക്വയർ എന്താണ്, പ്രൊപ്പോർഷൻ ആണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ. അത് ക്ലിയർ ആണല്ലോ. ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് യെസ് ഞാൻ കാര്യം ചെയ്യട്ടെ, ഒരു നമ്മൾ കംപ്ലീറ്റ് സ്പേസിൽ പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബബിലിറ്റി ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 1 കിട്ടണം. എന്തുകൊണ്ടാണ്? ഇപ്പൊ പാർട്ടിക്കിള് ഞാൻ പറയാം, ഇവിടെ പാർട്ടിക്കിൾ ഇല്ലെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാ, 0 ആണ്. പ്ലസ് 2 പ്രോബബിലിറ്റി പഠിക്കുന്നില്ല, 0 ആണ്. റൈറ്റ്. ഇനി ഐ നോ ഇവിടെ ഈ പോയിന്റിൽ പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ. 100% ഷുവർ ആണ് ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്. ദാറ്റ് ടൈം at that position particle exists there, then probability 1 ആണ്. ഓക്കെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റീസ് തീർച്ചയായിട്ടും 0ന്റെയും 1ന്റെയും ഇടയിൽ വേരി ചെയ്യുള്ളൂ അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ 0.2 ആണ് പ്രോബബിലിറ്റി വിചാരിക്കും. ഓക്കെ. 0ന്റെയും 1ന്റെയും ഇടയിൽ 0.2. അതിന്റെ അർത്ഥം എന്താ, there is 20% of chance to find that particle at that position at that time. Right. അപ്പൊ ആ സമയത്ത് പാർട്ടിക്കിൾ അവിടെ കാണാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ട്, 20% ഓഫ് ചാൻസ് ഉണ്ട്. റൈറ്റ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും, 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ ടെസ്റ്റ് ഫ്രണ്ട്സ് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വേവ് ഫംഗ്ഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. എനിക്ക് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതിന് മുമ്പ് ഈ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. ആ വേവ് ഫംഗ്ഷനിൽ നിന്നും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. സോ അതുകൊണ്ടാണ് വേവ് ഫംഗ്ഷൻ വളരെ പ്രാധാന്യമുണ്ട്.
അത് കണ്ടുപിടിക്കലൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികൾ. ഓക്കെ, അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. എനിവേ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഈ വേവ് മെക്കാനിക്സിന്റെ ഉള്ളിൽ കടക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് മുമ്പേ പറയാനുള്ള പ്രധാനപ്പെട്ട അടുത്ത കാര്യം ഇതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റി എന്തിന്റെ പ്രൊപ്പോർഷൻ ആണ്? മോഡുലസ് I സ്ക്വയർ പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ സാധാരണ നമുക്ക് ഞാനിത് പ്രോബബിലിറ്റി ഇതിന് പ്രൊപ്പോർഷൻ ആണ്, ആ പ്രൊപ്പോർഷൻ കോൺസ്റ്റന്റ് 1 ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഈക്വൽ ടു എന്താണ്? ഈ നമ്മുടെ വേവ് ഫംഗ്ഷന്റെ മോഡുലസ് സ്ക്വയറിന് ഈക്വൽ ആണെന്ന് എടുക്കുവാണെങ്കിൽ ഓക്കെ ഒരു കാര്യം കാണാൻ പറ്റും. ഇപ്പോ സ്പേസിൽ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വേവ് ഫംഗ്ഷനെ എന്ത് ചെയ്യണം? ആക്കി മാറ്റണം. എന്തിന്? ഇവിടെ സാധാരണ പ്രോബബിലിറ്റി ഈ വേവ് ഫംഗ്ഷന്റെ മോഡുലസ് സ്ക്വയർ പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് സ്ക്വയർ ഓഫ് സൈ എന്ന് എടുക്കണമെങ്കിൽ, സൈയുടെ മോഡുലസ് സ്ക്വയർ നോക്കണമെങ്കിൽ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഈ സൈനെ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് കാണാം എങ്ങനെ ചെയ്യുന്നുള്ളത്. എനിവേ, ഇത് ഇവിടെ പ്രൊപ്പോർഷൻ കോൺസ്റ്റന്റ് 1 ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഓക്കെ, അപ്പോൾ പി എന്തായി? പി ഈക്വൽ ടു മോഡുലസ് I സ്ക്വയർ ആയി. റൈറ്റ്, അപ്പോൾ ഇറ്റ് ഈസ് മോർ കൺവീനിയന്റ് ടു ടേക്ക് വാട്ട് probability of finding a particle at a position at a time equal to the modulus square of psi. ഓക്കെ, സൈയുടെ മോഡുലസ് സ്ക്വയറിന് ഈക്വൽ ആണ് പ്രോബബിലിറ്റി എടുക്കുക. റൈറ്റ്, ആ രീതിയിൽ വേവ് ഫംഗ്ഷനിൽ ചെറിയ മാറ്റം വരുത്തി. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് എ കണ്ടീഷൻ ദാറ്റ്, ഞാൻ പറയട്ടെ, എൻ്റെ ഈ റൂമിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. റൈറ്റ്, പക്ഷെ ഞാൻ പറയട്ടെ, ഈ പോയിന്റിൽ പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബബിലിറ്റി 2% ആണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് 3%. ബട്ട് ടോട്ടൽ പ്രോബബിലിറ്റി ഈ റൂമിലല്ലേ പാർട്ടിക്കിൾ ഉള്ളത്, അതിന് കുഴപ്പമില്ലേ? സോ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ റൂമിൽ എവിടെയെങ്കിലും എന്തുണ്ട്? പാർട്ടിക്കിൾ ഉണ്ട്. അല്ലേ? അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ in this room is 1. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടോട്ടൽ പ്രോബബിലിറ്റി കാണാം. അതെന്ത് ചെയ്യണം? നമ്മൾ -∞ നിന്ന് +∞ വരെ പ്രോബബിലിറ്റി എന്ത് ചെയ്യണം? dv സ്മോൾ വോളിയം ഓക്കെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതെന്തായിരിക്കും? തീർച്ചയായിട്ടും 1 ആയിരിക്കും. ഓക്കെ, പ്രോബബിലിറ്റി മീൻസ് ഫൈൻഡിങ് പാർട്ടിക്കിളെ കാണാനുള്ള സാധ്യതയാണ്. ക്ലിയർ അല്ലേ? അത് മൊത്തം സ്പേസിൽ നിങ്ങൾ കൂട്ടിയെടുത്താൽ ഈ റൂം ആണെങ്കിൽ ഈ റൂമാണ് ടോട്ടൽ സ്പേസ് എങ്കിൽ ഓരോ പോയിന്റിലും പാർട്ടിക്കിളെ കാണാനുള്ള പ്രോബബിലിറ്റി കൂട്ടിയാൽ തീർച്ചയായിട്ടും അത് 1 ആയിരിക്കും. അല്ലേ? കാരണം ഈ റൂമിൽ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, എനിവേ നമുക്ക് പി മോഡുലസ് I സ്ക്വയർ ഈക്വൽ ആണെങ്കിൽ ആ രീതിയിൽ സൈ ഞാൻ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ I can write -∞ to +∞. P എന്താണ്? മോഡുലസ് psi സ്ക്വയർ dv അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? d ടോൺ ചെയ്തു ഈക്വൽ ടു 1. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് നോർമലൈസേഷൻ. ഓക്കെ, നോർമലൈസേഷൻ വിളിക്കുക നമ്മൾ നോർമലൈസേഷൻ. ഓക്കെ, റിമെമ്പർ ദാറ്റ് നോർമലൈസേഷൻ. അപ്പോൾ വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മോഡുലസ് I സ്ക്വയർ d ടോ ഇന്റഗ്രേറ്റ് ചെയ്ത 1 കിട്ടും. ഓക്കെ, അത് എങ്ങനെയാണെന്നതൊക്കെ ക്ലിയർ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഓർമ്മിച്ചോളൂ. നമ്മൾ അങ്ങോട്ട് ഒരുപാട് സമയത്ത് എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് യൂഷ്വലി ഒരു വേവ് ഫംഗ്ഷൻ തരും. ഓക്കെ, അത് നോർമലൈസ്ഡ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എന്ത് ചെയ്യും? നമ്മുടെ വേവ് ഫംഗ്ഷൻ ഒരു a എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ ഈ a എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് എയുടെ വാല്യൂ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ശരിക്കും പ്രൊപ്പോർഷണൽ ആയിരുന്നു. ബട്ട് നമുക്ക് മോർ കൺവീനിയന്റ് എന്താണ്? p ഈക്വൽ ടു മോഡുലസ് I സ്ക്വയർ എടുക്കാനാണ്. അങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൈ ഒരു a കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അത് ഈ നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നോർമലൈസിങ് കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ a സൈയുടെ സൈയെ വേവ് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട a എന്താണെന്ന് കാണാൻ പറ്റും. ഓക്കെ, വാട്ട് എവർ റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഓൾ സ്പേസിൽ ആണ് -∞ to +∞. മോഡുലസ് I സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്താൽ പാർട്ടിക്കിൾ ഈസ് ദർ എന്തായാലും കാണും. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇവിടുത്തെ 0.2, ഇവിടുത്തെ 2%, അവിടുത്തെ 3%, ഇവിടുത്തെ 10% എല്ലാം കൂട്ടിക്കിട്ട് 100% ആണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ആണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ. മൊത്തം സ്പേസിൽ എത്രയാണ്? 1 ആണ്. ക്ലിയർ അല്ലേ? റൈറ്റ്, ഇനി നമുക്ക് ചെറിയ 2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതെന്താന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം. അതൊരു വേവ് ഫംഗ്ഷൻ നമുക്ക് ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഒരു മീനിങ് ഫുൾ ആയ റിസൾട്ട് കിട്ടണമെങ്കിൽ എല്ലാ വേവ് ഫംഗ്ഷൻ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കാൻ പറ്റുന്ന വേവ് ഫംഗ്ഷൻസ് വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ പറയുന്നത്. ഓക്കെ,
അങ്ങനെ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ചില ക്രൈറ്റീരിയകൾ എന്ത് ചെയ്യണം, ആ വേവ് ഫംഗ്ഷൻ നമ്മുടെ psi എന്ന് പറയുന്ന ആള് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തത് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി continuous and single valued. Okay, so psi must be continuous and single valued ആയിരിക്കണം, റൈറ്റ്. രണ്ടാമത്തെ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ന്യൂട്ടന്റെ ഇക്വേഷൻ F = m അല്ലെ m × d² x / dt² = f. ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് വേവ് മെക്കാനിക്സ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സൈയുടെ ഗ്രേഡിയന്റ് ഡോ psi by dou x, ഡോ psi by dou y, ഡോ psi by dou s എന്തായിരിക്കണം? ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഓക്കെ, തേർഡ് വൺ, psi should be normalized. ഓക്കെ, അപ്പോ ഇത്രയും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യുന്ന ആളെയാണ് നമ്മൾ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ വിളിക്കുന്നത്. അങ്ങനെയുള്ള വേവ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു ഫിസിക്കലി മീനിങ് ഫുൾ ആയിട്ടുള്ള എന്ത് കിട്ടാൻ പോകുന്നുള്ളൂ, റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി വിൽ സീ. ഇങ്ങനെയുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് അങ്ങോട്ട് കാണാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതെന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ മീനിങ് എന്നുള്ളത് പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എന്താണ് വേവ് ഫംഗ്ഷൻ? മാറ്റർ വേവിൽ വേരി ചെയ്യുന്നതാണ് ഒരു വേവ് ഫംഗ്ഷൻ. ഓക്കെ, ആ വേവ് ഫംഗ്ഷന്റെ മോഡുലസ് സ്ക്വയർ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി പാർട്ടിക്കിൾ അറ്റ് എ പൊസിഷൻ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പി പ്രൊപ്പോർഷണൽ ടു മോഡുലസ് ഐ സ്ക്വയർ ആണ് അല്ലേ. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പി ഈക്വൽ ടു മോഡുലസ് ഐ സ്ക്വയർ ആക്കണമെങ്കിൽ അവിടെ നമ്മളൊരു കണ്ടീഷൻ, ഏത് നോർമലൈസിങ് കണ്ടീഷൻ, ഏത് മൊത്തം സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, -∞ to +∞ പ്രോബബിലിറ്റിയെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത 1 ആയിരിക്കണം. ബിക്കോസ് പാർട്ടിക്കിൾ ഇസ് there somewhere in the space. ഓക്കെ, അപ്പോൾ 1 ആയിരിക്കണം. പിന്നെ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടാക്കിക്കൊണ്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നതിലേക്ക് കടക്കാം. ഓക്കെ, ഇനി ഇതൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. നിങ്ങൾ ഇത്ര നാൾ കണ്ട പോലെ ഒരു വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ഒന്നുമല്ല. കൂടുതൽ കാൽക്കുലേഷൻസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. നന്നായിട്ട് ശ്രദ്ധിക്കുക. റിയൽ ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, so we will see in the next class with more and more quantum mechanics. So thank you.